ചാനൽ. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തുറവൂരിൽ നിന്ന് എരമല്ലൂരേക്കാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രെച്ച് എന്ന് പറയുന്നത് ഏകദേശം കുത്തിയോട് പാലത്തിന് തൊട്ട് മുന്നേ ഉള്ള ഭാഗമാണ്. ബേസിക്കലി കുത്തിയോട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം 10 മണി കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 10:12 ഇതിപ്പോൾ നല്ല മഴയാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ടും എറണാകുളം, പത്തനംതിട്ട, അങ്ങനെ കുറച്ച് ഇടുക്കി, തൃശ്ശൂർ ജില്ലകൾക്ക് റെഡ് അലേർട്ടുമാണ്. നിങ്ങൾക്കാണ് ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഒരു ഡിവൈഡറിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അപ്പോൾ സൈഡിലുണ്ടായിരുന്ന ചെളി മണ്ണെല്ലാം അവർ കോരി ഡിവൈഡറിൻ്റെ അകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും ഡിവൈഡർ കംപ്ലീറ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ റോഡ് നല്ല റോഡാണ്. ഒരു ടാറിങ് കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല, നമുക്ക് അത്യാവശ്യം ഒരു 80-100 ഒക്കെ പിടിച്ച് പോവാം. നമുക്ക് ധൃതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെച്ചിലൊക്കെ അത്യാവശ്യം നമുക്ക് സ്പീഡിൽ തന്നെ പോവാം, കുഴപ്പമില്ല. നമ്മുടെ ഓട്ടോ ഫോക്കസിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഗ്ലാസ്സിലേക്കാണ് ഫോക്കസ് ആയിരിക്കുന്നത്. School zone ahead. ഇന്ന് രാവിലെ മുതൽ അത്യാവശ്യം നല്ല മഴയുണ്ട്. School zone ahead. ഈ ഒരു സെക്ഷനിൽ ഇവർ ഹൈവേയുടെ മേളിൽ നിന്നുള്ള വെള്ളം, ഹൈവേയിലുള്ള വെള്ളവും പോകാൻ വേണ്ടി ഡ്രെയിനേജ് സിസ്റ്റം കൺസ്ട്രക്ഷൻ ചെയ്തു. പക്ഷേ വമ്പൻ കോമഡി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര മഴ വന്നപ്പോഴത്തേക്കും ഈ ഒരു സ്ട്രെച്ച്, ഈ ഒരു 10-200 മീറ്റർ സെക്ഷൻ ഫുൾ വെള്ളക്കെട്ട് കാരണം വണ്ടികളൊക്കെ ഇവിടെ വന്ന് സ്ലോ ചെയ്ത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുവാണ്. ഇവിടുന്ന് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വലിയ പമ്പ് കൊണ്ടുവന്ന് ടാങ്കർ ലോറി, ഈ കിടക്കുന്ന ടാങ്കർ ലോറി പോലത്തെ ലോറികളിൽ പമ്പ് വെച്ച് വെള്ളം വലിച്ച് ടാങ്കറിനകത്ത് നിറച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവുക. കാരണം ഈ ഡ്രെയിനേജ് സിസ്റ്റം അവർ കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവാണ്. ഇതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടാകാൻ പോകുന്നില്ല. എസ്പെഷ്യലി ഈ അശോക ബിൽകോൺ എന്ന് പറഞ്ഞ ടീമെന്ന് പറഞ്ഞാൽ അവർ ഇവിടുത്തുകാരല്ല. അവർക്ക് നമ്മുടെ കേരളം എന്താണെന്നും കേരളത്തിൻ്റെ ജോഗ്രഫി എന്താണെന്നും വലിയ ധാരണയില്ല. ശരിയാണ്, അവർ പഠിച്ചിട്ടുണ്ടാവും ഇതിനെപ്പറ്റി. പക്ഷേ ഇവിടെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വെള്ളം കിട്ടും, എത്രമാത്രം വെള്ളം കിട്ടുമെന്നുള്ളത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഹൈവേയുടെ മേൽഭാഗത്ത് ഉള്ള വെള്ളം ഇവർ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം ഈ പില്ലർ മേലൊക്കെ. ഇപ്പോൾ പില്ലർ നമ്പർ 228 കണ്ടോ, ഇവരിങ്ങനെ പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പൈപ്പ് ഇത് വന്നിട്ടിത് മെർജിങ് പോയിന്റ്സ് ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് റോഡിൻ്റെ അടിയിൽ കൂടി അപ്പുറത്തെ ഡ്രെയിനേജിലേക്കാണ് ഇവർ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് കാണാം ഡ്രെയിനേജ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. പല ഭാഗങ്ങളിലും അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഇനി ഈ കൺസ്ട്രക്ഷൻ ചെയ്ത് ഇവർ കൊണ്ടുപോകുന്ന ഈ ഡ്രെയിനേജിനകത്തു നിന്നല്ല വെള്ളം, ഡ്രെയിനേജിൽ കളക്ട് ആവുന്ന വെള്ളം എഫിഷ്യൻ്റ് ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണമല്ലോ. മേ ബി കായലോ കടലോ എങ്ങോട്ടെങ്കിലും ഇത് ഒഴുക്കി കളയണമല്ലോ. കാരണം ഇത് ഏരിയ ഒരുപാടുണ്ട്. അരൂര് മുതൽ അങ്ങ് തുറവൂര് വരെയുള്ള ഏരിയയിലുള്ള വെള്ളം ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഡ്രെയിനേജ് സിസ്റ്റം കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ഏത് ഭാഗത്താണ് ഉയരം കൂടുതൽ, ഏത് ഭാഗത്താണ് ഉയരക്കുറവ്, വെള്ളം വന്ന് നിറഞ്ഞതിന് ശേഷം വെള്ളം ഇങ്ങോട്ടെങ്കിലും എക്സിറ്റ് ആവണമല്ലോ. അത് ഇതുവരെ എനിക്കറിയില്ല. അത് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം.
ഇതാണ് നമ്മുടെ ടോൾ പ്ലാസ വരുന്ന ഏരിയ. ഇപ്പം നമ്മൾ ഏകദേശം കണ്ണൂളങ്ങര എരമല്ലൂരിൻ്റെ ഭാഗമാണിത്. എരമല്ലൂരിനും ചമ്മനാടിനും ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ടോൾ പ്ലാസയാണ്. ഇവിടെ ഏകദേശം ടോളിന് 150 രൂപയ്ക്ക് മേളിൽ വരുമെന്നാണ് കേട്ടുകേൾവി. എന്തായാലും നമുക്ക് വന്നതിന് ശേഷം അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പം നമ്മൾ ഏകദേശം എരമല്ലൂർ എത്തി. School zone ahead. ഇന്നത്തെ വീഡിയോ ഷോർട്ടാണ്. ഞാൻ ആക്ച്വലി റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഏകദേശം കുത്തിയോടെ എത്തിയതിന് ശേഷമാണ്. ഇപ്പോൾ നമ്മൾ എരമല്ലൂരെത്തി. എരമല്ലൂരൊക്കെ ഫുൾ ഡിവൈഡറിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അത്യാവശ്യം എല്ലാം ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ഈ ഡിവൈഡർ ചാടിക്കടന്ന് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പുതിയൊരു രീതിയിലേക്ക് അഡാപ്റ്റ് ആയിട്ടില്ല ഇപ്പോഴും. ഇതൊരു നാഷണൽ ഹൈവേ ആണെന്നുള്ളതും ആ ഒരു ഫീലിംഗ് ഇവർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ഭയങ്കര കെയർലെസ് ആയിട്ടാണ് റോഡ് ക്രോസിങ്. ഇവിടെ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു ബ്ലോക്ക് ഉണ്ട്. ഒരു സ്കൂട്ടറിൽ ഒരാളവിടെ ഒരു വണ്ടിയുടെ നേരെ നിന്ന് കൈയും കാലം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുന്ന സ്കൂട്ടർ യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും വലിയ വണ്ടികളും സ്പീഡിൽ വരുന്ന വണ്ടികൾക്കും പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഒരു പണ്ട് പോക്കറ്റ് റോഡ് ക്രോസ് ചെയ്യുന്ന ആ ഒരു ലാഘവത്തോടെ ഇപ്പോഴും ക്രോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റോങ് സൈഡ് ഒരുപാട് പേര് റോങ് സൈഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ നിന്ന്, അതായത് അവിടെ നിന്ന് എഴുപന്നേന്ന് വരുന്ന വണ്ടികൾ മിക്കവാറും തന്നെ വന്ന് എരമല്ലൂർ ജംഗ്ഷനിൽ ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൃത്യമായി പറഞ്ഞാൽ കൊടവരം ഫെറി റോഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചോദിച്ചാൽ ഷോർട്ട് കട്ടായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യും. എന്നിട്ട് റോങ് സൈഡ് പോയിട്ട് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നതിന് ശേഷം റൈറ്റ് എടുത്ത് അകത്തേക്ക് പോകും. ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടും ചില ആൾക്കാർ അങ്ങനെ ട്രൈ ചെയ്യും. ആ സമയത്ത് വണ്ടികളെല്ലാം ഫുൾ ഫ്ലെഡ്ജ് നല്ല സ്പീഡിൽ പോകുന്ന ഒരു സിനാരിയോ ആയിരിക്കും. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നോർമലി ആക്സിഡൻറ്റ്സ് ഉണ്ടാവും, ആൾക്കാർക്ക് പരിക്ക് പറ്റും, അപകടങ്ങൾ പറ്റും, മരിക്കും. മേ ബി അങ്ങനെയൊക്കെ പഠിക്കാനായിരിക്കും നമ്മൾക്ക് ഒരു വിധിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു നാഷണൽ ഹൈവേ ആണെന്നുള്ള ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയാണ് പലരും ഈ റോഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും പഠിച്ചിട്ടില്ല ആൾക്കാർ. ഈ കാണുന്ന ബ്ലോക്കിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരൂര് അമ്പലത്തിൻ്റെ അവിടെ ആ ഫൈനൽ ഒരു സ്ട്രെച്ചിൽ കുറച്ച് ഈ കണക്റ്റിംഗ് ഇതുണ്ടല്ലോ, കോൺക്രീറ്റിൻ്റെ ഈ എന്താ പറയുക, പിയർ ക്യാപ്പ് എന്ന് വേറൊരു പിയർ ക്യാപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ആ സംഭവം ഉണ്ടല്ലോ, ആ കോൺക്രീറ്റിൻ്റെ നീളത്തിലുള്ള ആ പീസ്, അത് കൊണ്ടുപോകുന്നൊരു സിനാരിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ ഏകദേശം എരമല്ലൂർ ഇപ്പോൾ കാണാം. പണ്ടത്തെ മിഥില റെസ്റ്റോറൻറ്റ് ഇപ്പോഴത്തെ ജെന്റിൽമാൻ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ നിന്ന് ടേൺ എടുത്തു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ, ഷോർട്ട് വ്ളോഗാണ്. കുത്തിയോട്ട് എരമല്ലൂർ സ്ട്രെച്ചിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസും കൂടുതൽ അപ്ഡേറ്റ്സും കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നന്ദി.